ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ദിവസം മനുഷ്യരെയും അറിവിനെയും സൃഷ്ടിയെയും രക്ഷിക്കാൻ ദൈവം തന്നെ രൂപം മാറ്റിയെന്ന് നിങ്ങൾ അറിയാമോ? അതാണ് വിഷ്ണുവിൻ്റെ ആദ്യ അവതാരം, മത്സ്യാവതാരം. കാലത്തിൻ്റെ ആരംഭത്തിൽ അധർമ്മം ഭൂമിയെ മൂടിത്തുടങ്ങി. പ്രകൃതി കോപിച്ചു, ആകാശം ഇരുണ്ടു. ഒരു മഹാപ്രളയം ലോകത്തെ നശിപ്പിക്കാൻ തയ്യാറായി. ധർമ്മനിഷ്ഠനായ രാജാവായിരുന്നു സത്യവ്രത മനു. ഒരു ദിവസം അവൻ്റെ കയ്യിലെ വെള്ളത്തിൽ ഒരു ചെറിയ മീൻ സഹായം ചോദിച്ചു. എന്നെ രക്ഷിക്കൂ, ഞാൻ നിന്നെയും ലോകത്തെയും രക്ഷിക്കും. മനു ആ മീനെ സംരക്ഷിച്ചു. പക്ഷേ അത്ഭുതം സംഭവിച്ചു. അത് സാധാരണ മീനല്ലായിരുന്നു, സ്വയം മഹാവിഷ്ണു ആയിരുന്നു. പ്രളയം ആരംഭിച്ചു. പർവ്വതങ്ങൾ പോലും വെള്ളത്തിൽ മറഞ്ഞു. വിഷ്ണു മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മനുവിനോട് വിഷ്ണു കൽപ്പിച്ചു, ഒരു പടവ് നിർമ്മിക്കൂ, ജീവജാലങ്ങളെയും വേദങ്ങളെയും സംരക്ഷിക്കൂ. അസുരന്മാർ വേദങ്ങൾ മോഷ്ടിച്ചപ്പോൾ മത്സ്യാവതാരം അവയെ തിരിച്ചെടുത്തു. പ്രളയം അവസാനിച്ചു. പുതിയ സൃഷ്ടി ആരംഭിച്ചു. നാശം വന്നാലും അറിവ് നിലനിൽക്കണം എന്ന സന്ദേശമാണ് മത്സ്യാവതാരം. അതാണ് ധർമ്മത്തിൻ്റെ ശാശ്വത സത്യം. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ മനുഷ്യരാശിയെ ആദ്യമായി രക്ഷിച്ചത് ഏത് അവതാരമാണെന്ന് ഇനി നിങ്ങൾ മറക്കുമോ? അടുത്ത അവതാരം അറിയാൻ തയ്യാറാണോ?